നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഇന്ന് ഞാൻ വിത്ത് മുളപ്പിക്കുന്നത് നേരിട്ട് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇപ്പോൾ 2 ദിവസം ഇവിടെ പാലക്കാട് ചൂട് അധികമായത് കാരണം നമുക്ക് അവധിയായിരുന്നു. അപ്പോൾ നമ്മളുടെ മണ്ണ്, ഇതിലേക്ക് വേണ്ട മുളപ്പിക്കാൻ ആവശ്യമായ മണ്ണ് ഞാനിവിടെ ടെറസിൽ നല്ല 40-42 ഡിഗ്രിയുടെ അടുത്ത് ചൂടുണ്ട്. ടെറസിൽ നന്നായി വിരിച്ചിട്ടു. സൂര്യപ്രകാശത്തിൽ തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടുന്നത് കൊണ്ട് അതിലുള്ള അണുക്കളും പ്രാണികളും എല്ലാം ചത്തുപോയി. സോളറൈസ് ചെയ്യാനത് വേണമെങ്കിൽ കവറിട്ട് മൂടാം, പക്ഷെ ഇത്രയും ചൂട് കൊണ്ട് തന്നെ ആ പ്രാണികളൊന്നും വരും. അങ്ങനത്തെ മണ്ണ് ഞാൻ ചെയ്തത് നോക്കുക. നമ്മളുടെ ഈ ഗ്രോ ബാഗിൽ, ഈ ഗ്രോ ബാഗ് പച്ചക്കറി നടാൻ വെച്ച ഗ്രോ ബാഗാണ്. ഈ പച്ചക്കറി വെച്ച് നടാൻ വെച്ച ഈ ഗ്രോ ബാഗിൽ ഈ സാധനം മുഴുവൻ മണ്ണൊക്കെ നിറച്ചു. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക. മണ്ണ് നല്ല മണൽ കലർന്ന മണ്ണാണിത്. മണൽ കലർന്ന മണ്ണ് ഇതിലിട്ട് കൊടുത്തു, നിറച്ചതാണ് കേട്ടോ. ഇതിൽ വളം കാര്യമായിട്ട് ഒന്നും ഇട്ടിട്ടില്ല. കാരണം ഈ മണ്ണിലുള്ള വളം, അതായത് മുൻപ് ഇത് ഉപയോഗിച്ച് പിന്നെ ആ ഉപയോഗിച്ച സമയത്ത് ഇട്ടുണ്ടായിരുന്ന മണ്ണ്, വളരെ കുറച്ച് എല്ലുപൊടി ഞാൻ അതിൽ ഒന്ന് വെതറിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിൽ ചെയ്യണത് നോക്കുക. ഇതാണ് നമ്മളെ അടീനിയത്തിന്റെ വിത്ത്. അടീനിയത്തിന്റെ വിത്തിന്റെ കൊടുക്കാൻ വെച്ചുള്ള വിത്താണ്. അതിൽ കുറച്ച് വിത്ത് എടുത്തിട്ട് ഞാൻ വിത്തെടുക്കുകയാണ്. വിത്തെടുത്തിട്ട് നോക്കുക, വളരെ കുറച്ച് വിത്തെടുത്തു. എന്നിട്ട് ഇതിലേക്കൊന്ന് കാണിക്കുക. ഈ വിത്ത് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട, ഹൊറിസോണ്ടലായിട്ട് പാകി കൊടുക്കും. കുത്തനെ കുഴിച്ചിടൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്തു. കുറച്ചധികം വിത്ത് ഇതിലേക്ക് കൊള്ളാം, കാരണം ഇത് നമുക്ക് കുറേ കാലം ഇതിൽ ഉപയോഗിച്ച് മുളപ്പിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ വെറുതെ പാകിയിട്ട വിത്ത് വെച്ചു. ഈ വിത്ത് വെച്ചതിൻ്റെ ശേഷം ഇനി അടുത്ത സ്റ്റേജ്, ഞാൻ ഈ ബാഗിൽ കുറച്ച് പൊടി മണ്ണ് വെച്ചിട്ടുണ്ട്. ഈ പൊടി മണ്ണും മണലും കൂടിയിട്ടുള്ള ഈ പൊടി മണ്ണ് ഇതിൻ്റെ മേലെ നോക്കുക, അതിലേക്കൊന്ന് കാണിച്ചു കൊടുക്കുക. ഇതിലേക്കൊന്ന് വെതറി കൊടുത്ത് ആ നമ്മളുടെ വിത്തിൻ്റെ മേലെ കവർ ആവണ തരത്തിൽ ഞാൻ മണ്ണിട്ട് കൊടുത്തു. ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഈ ഇതിൽ മണ്ണിട്ടു, അതിൻ്റെ മേലെ വിത്ത് വെച്ചു, അതിൻ്റെ മേലെ മണ്ണിട്ട് കൊടുത്തു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രത്യേകം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം, ഇതിൽ ഈ വിത്ത് ചെറിയൊരു നന കൊടുത്തു. ഇത് ഇവിടുന്ന് താഴേക്ക് ഇറക്കി വെക്കും, തണലത്തേക്ക് ഇറക്കി വെക്കും. മുളച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ചെടിക്ക് വളരാൻ വേണ്ട ആഹാരം വിത്തിലുണ്ടായിരിക്കും. ഏകദേശം ഒരു 15-20 ദിവസം, ഒരു മാസം വരെ ആ ചെടിയിലുള്ള ആഹാരം വലിച്ചിട്ട് തന്നെ ആ ചെടിയുടെ ബീജപത്രയിൽ നിന്നുള്ള ആഹാരത്തിൽ തന്നെ ചെടി വളരും. അത് കഴിയുമ്പോഴാണ് പിന്നെ മുളച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ കടലപ്പിണ്ണാക്ക്, പുളിപ്പിച്ച വെള്ളം, പിന്നെ അതിന്റെ ഈ മണ്ണിര കമ്പോസ്റ്റിന്റെ സ്ലറി പോലത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ലൈറ്റായിട്ട് എന്ത് ചെയ്യാം, സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറയാൻ ഇപ്പം മിക്സ് ചെയ്തപ്പോൾ ചെയ്തൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ മണ്ണെല്ലാം സോളറൈസ് ചെയ്തു ഇതിലിട്ടതിൻ്റെ ശേഷം അതിൻ്റെ മേലെ 1 സ്പൂണ് വാമ് ഇതിൻ്റെ മേലെ വെതറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് രാവിലത്തെ എൻ്റെ വർക്ക് അതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഒരാളെ കിട്ടിയത്. അപ്പോൾ ഞാൻ ചെയ്താൽ വാമിട്ടു അതിൻ്റെ മേലെയാണ് ഞാൻ വിത്ത് വെറി. ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, ഈ വിത്ത് മുളച്ചു വരുന്ന സമയത്ത് ആ വിത്തിന്റെ വേര് പടലം നേരെ വരുന്നത് വാമിലേക്കാണ്. ആ വാമിന്റെ സഹായത്തോടു കൂടി തന്നെ വേര് പടലം ദൃഢമാവുകയും ചെടി നന്നായി വളരുകയും ചെയ്യും. ഇപ്പൊ ഈ ഗ്രോ ബാഗിൽ ഇനി നമുക്ക് 1 വർഷം ഈ ചെടി നിലനിർത്താം. ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നീളം വെച്ച് വരും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാണ് ചെയ്യേണ്ട ഒരു മാർഗം കേട്ടോ. സോളറൈസ് ചെയ്ത മണ്ണ് അല്ലെങ്കിൽ മണ്ണ് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ മണ്ണ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഗ്രോ ബാഗിൽ തന്നെ ഈ സാധനത്തെ മുളപ്പിച്ചെടുക്കാം. പിന്നെ ഇതിന്റെ പെസ്റ്റിന്റെ അറ്റാക്ക്, നോർമലി സോളറൈസ് ചെയ്ത് വന്നാൽ പെസ്റ്റിന്റെ അറ്റാക്ക് കുറവായിരിക്കും. ഇനി പെസ്റ്റ് ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള ഉറുമ്പിന്റെ ഇതിനാണെങ്കിൽ നമ്മൾ ഉറുമ്പിന്റെ ആ ചോക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് പെസ്റ്റിസൈഡോ വേണമെങ്കിൽ ലൈറ്റായി സ്പ്രേ ചെയ്യാം. ഞാൻ സാഫ് ഒന്നും ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ, കാരണം മണ്ണ് അണുവിമുക്തമാക്കിയ മണ്ണാണ്. ഈ രീതിയിൽ ചെയ്യും. വിത്തും സാഫിലൊന്നും ചെയ്തിട്ടില്ല, നോർമൽ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്യുക. നമ്മളെ ചാനലിൽ നിങ്ങളെ കമന്റുകൾ ഇടുക. ഓക്കെ, താങ്ക് യു.